500 രൂപക്ക് നിങ്ങൾക്ക് റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ് വേണോ അതോ ഹോണ്ട ആക്റ്റീവ വേണോ അതോ നിങ്ങൾക്ക് 1 പവൻ സ്വർണം വേണോ? എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം. ഇന്നത്തെ തലമുറ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ തലമുറ വഴിതെറ്റി പോകുമ്പോൾ ഇങ്ങനത്തെ കുട്ടികൾ പുരോഗമിക്കുന്നത് വളരെ സന്തോഷമായിട്ട് കാണുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു ഹൃദയാഘാതം വന്നിട്ട് മരണപ്പെടുകയായിരുന്നു. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, കുരിശണിഞ്ഞ ക്രൈസ്തവരും കാവ്യണിഞ്ഞ ഹൈന്ദവരും തസ്ബീഹ് മാലയെന്തുന്ന മുസൽമാനും ഒരു ജപമാലയിൽ കോർത്തിണക്കിയ മുത്തുമണികളാണ് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ, പ്രത്യേകിച്ച് നമ്മളുടെ ഏരിയയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കിയിട്ട് ഇത്രയും പറയാൻ കാരണം, ഈ പുറകിൽ കാണുന്ന ഈ ഒരു സൊസൈറ്റിയുടെ ഭാരവാഹികളോട് തന്നെ ചോദിക്കുക. ഇതിലൊരു വേറിട്ട മതസൗഹാർദ്ദവും കൂടിയുണ്ട്. ബാക്കി നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് ഇതിലൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. ആർട്ടിസ്റ്റിനെ കൂടി നമുക്ക് ഇതിൽ പരിചയപ്പെടാം. പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ കൂറ്റനാടിനടുത്ത് ഒരു മതസൗഹാർദ്ദത്തിന്റെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ട്. ഇതിലൊരു കഥയുണ്ട്. ആ കഥ നമുക്ക് ഇതിന്റെ ഭാരവാഹികളോട് തന്നെ ചോദിച്ചറിയാം. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഈ കാണുന്ന ലോഗോയിലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോന്റെ എല്ലാ ഉദ്ദേശങ്ങളും ഉണ്ട്. ഫൈസലേ, അപ്പൊ നമുക്ക് ഈ വീഡിയോ തകർക്കാം. അതാണ് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഉള്ളടക്കമുണ്ട്. നാട്ടിൻപുറത്ത് ഒരാൾ മരണപ്പെട്ടു. അപ്പോൾ അതിനോടനുബന്ധിച്ച് അവിടുത്തെ സഹായ ഹസ്തങ്ങൾ കറക്റ്റായില്ല. ഇവർ ഈ പുറകിൽ കാണുന്നവർ അന്നത്തെ ഒരു സഹായത്തോട് കൂടിയിട്ട് ഇവരൊരു സൊസൈറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഒരു വേറിട്ട ഒരു ചാരിറ്റബിൾ സൊസൈറ്റി. അതിലൂടെ ഒരു സമ്മാന പദ്ധതി വെക്കുന്നുണ്ട്. 1ാം സമ്മാനം കൊടുക്കുന്ന വലിയൊരു ബുള്ളറ്റാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറകിൽ പറയാം. പക്ഷേ ഇതിലെ വേറിട്ട ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഈ പുറകിൽ കാണുന്ന ഭാരവാഹികളോട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് നേരെ അവരിലേക്ക് തന്നെ പോവാം. ചേട്ടൻ്റെ പേരെന്താ? ഉണ്ണികൃഷ്ണൻ. ഇവിടെ തന്നെയാണ് വീട്. എന്തായിരുന്നു വർക്ക്? KSRTC ഡ്രൈവറായിരുന്നു. ഇപ്പൊ റിട്ടയർഡ് ആയി. ഓ, KSRTC ഡ്രൈവർ. നിങ്ങളെ പേര്? ഉണ്ണികൃഷ്ണൻ. 2 ഉണ്ണികൃഷ്ണന്മാരായി. നിങ്ങള്? സുരേഷ്. ഇവിടെ നാട്ടിലല്ല, ഇളവാതിക്കലായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് കൂറ്റനാടേക്ക് അങ്ങോട്ട് പോകും. അതല്ല, ഇനി പരിചയപ്പെടുത്തുന്ന ആളെ നിങ്ങൾ ചിലപ്പോൾ പല ഫിലിമുകളിലും കണ്ടിട്ടുണ്ടോ, ചിലപ്പോൾ ഉറപ്പായിട്ടും. ആളൊരു ആർട്ടിസ്റ്റാണ്. ഒന്ന് പേര് പറയും. എൻ്റെ പേര് ഷിനിൽ ജേക്കബ് എന്നാണ്. ഇവിടെ തന്നെയാണ് വീട്. ഞാൻ റിട്ടയർഡ് നേവിയാണ്. നേവിയിലായിരുന്നു. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 12-13 വർഷമായി. ഏതൊക്കെ പടങ്ങളിൽ മുഖം കാണിച്ചിട്ടുണ്ട്? ഞാനൊരു 14 പടങ്ങളിൽ ഓൾറെഡി മുഖം കാണിച്ചിട്ടുണ്ട്. സുമേഷ് ആൻഡ് രമേഷ് എന്ന് പറഞ്ഞ പടത്തിനകത്ത് സലീം കുമാറിന്റെ ഫ്രണ്ട് ആയിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ IFFK ഒരുപാട്, പിന്നെ വേൾഡ് വൈഡ് റെക്കഗ്നേഷൻ കിട്ടിയിട്ടുള്ള ഫാമിലി എന്ന് പറഞ്ഞ പടത്തിനകത്ത് നായകനായിട്ടുള്ള വിനയ് ഫോർട്ടിന്റെ ഫ്രണ്ട് ആയിട്ടായിരുന്നു അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമുക്കിനിപ്പോൾ ഈ ഒരു ചാരിറ്റബിൾ സൊസൈറ്റിനെ കുറിച്ച്, നിങ്ങളുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേരൊന്ന് പറയും. ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ എന്നാണ് ഞങ്ങളുടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പേര്. ഓക്കെ, അതിൽ 1ാം സമ്മാനം ഇപ്പൊ വിഷുവിനാണല്ലോ നറുക്കെടുപ്പ്? അതെ, ഈ വരുന്ന ഏപ്രിൽ 14 വിഷു ദിനത്തിലാണ് നമ്മുടെ നറുക്കെടുപ്പ് ഉള്ളത്. നിങ്ങൾ ഈ സൊസൈറ്റിയുടെ? ഞാൻ ഈ സൊസൈറ്റിയുടെ സെക്രട്ടറിയാണ്. സെക്രട്ടറി. നമുക്ക് പുറകിലേക്ക് വരാം. നിങ്ങളുടെ പേര്? സന്തോഷ്. ഇവിടെ തന്നെ വീട്? ഓക്കെ. നിങ്ങള്? എന്റെ പേര് വേലായുധൻ. നിങ്ങള്? ശിവകുമാറാണ് എന്റെ പേര്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ വീട്. ശരി. സുന്ദരൻ. ഇവിടെ തന്നെ വീട്. നിങ്ങള്? ഉണ്ണികൃഷ്ണൻ. എളവാതുക്കൽ തന്നെ. നിങ്ങളുടെ പേര് മൂസ. എന്റെ വീട് എളവാതുക്കൽ അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ്. ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. അതെ, നിങ്ങൾ ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് മൂസക്ക് ഇതാണ് അല്ലേ? ഓക്കെ, ശരി. അടുത്തത് നിങ്ങളുടെ പേര്? ഹംസ. ഇവിടെ അടുത്ത് തന്നെയാണ് വീട്? അതല്ല, ശരി. നിങ്ങളുടെ പേര്? പ്രസാദ്. അമ്പലത്തിന്റെ അടുത്ത് തന്നെ വീട്. ഓക്കെ, ശരി. നിങ്ങളുടെ? അമ്പലത്തിന്റെ അടുത്ത് തന്നെയാണ് വീട്. ഓക്കെ, എല്ലാവരും പരിചയപ്പെടുത്തി. ഈ ഒരു സൊസൈറ്റിയുടെ നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് തുടങ്ങാനുള്ള കാരണം? സത്യത്തിൽ ഇതിൽ തുടങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ജസ്റ്റ് ഒരു കൂട്ടമായിട്ടിരുന്ന് കളിക്കുന്ന, ഒരു ടൈം പാസിന് വേണ്ടി കളിച്ചുകൊണ്ടിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു ഹൃദയാഘാതം വന്നിട്ട് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങളുടെ ഈ ഇതിന് ഗ്രൂപ്പിന് തന്നെ ഒരു പേരുണ്ടായിരുന്നത് കവടി ഗ്യാങ് എന്ന് പറഞ്ഞൊരു പേരിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ അവരുടെ വീട്ടിൽ പോയപ്പോൾ നമ്മളൊരു റീത്ത് വെക്കാനായിട്ടും അവരെ കാണാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റ് ഞങ്ങൾക്ക് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞങ്ങളിൽ ഭയങ്കര വിഷമം ഉണ്ടാക്കി. അന്നാണ് ഞങ്ങളുടെ പേര് മാറ്റിയിട്ട് ഇത് ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ എന്നാക്കിയത്. ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഫ്രണ്ട് പോയപ്പോഴാണ് ഞങ്ങൾ ഇതിനെ ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ എന്നുള്ളൊരു പേര് സ്വീകരിക്കാൻ തന്നെ കാരണം. അവിടെ നിന്നാണ് ഞങ്ങൾ ഇതിനെ എങ്ങനെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിലേക്ക് കൊണ്ടുവരാമെന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് ഞങ്ങൾ നീങ്ങിയത്. ഞങ്ങൾ ഓണത്തിന് ആദ്യം ഒരു ചെറിയ സമ്മാന പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് വമ്പം വിജയമായിരുന്നു. നാട്ടുകാർ മുഴുവൻ ഏറ്റെടുത്തു. അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ പണം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കുറച്ച് കസേര, കുറച്ച് ടേബിൾ, ഒരു ടീ ക്യാൻ, ഒരു 3-4 ടാർപ്പായ ഇതെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം വാങ്ങിയിട്ട് ഞങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സൗജന്യമായിട്ട് ഒരു 5 പൈസ വാടക മേടിക്കാതെ സൗജന്യമായിട്ടാണ് എല്ലാവർക്കും കൊടുത്തു. അത് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുക ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചല്ലോ. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, അല്ലാതെ എന്ത് ഫംഗ്ഷൻ ആയാലും ശരി നമ്മളത് കൊടുക്കുന്നുണ്ട്.
അങ്ങനെ ഒരു ഇതില്ല. ഇപ്പോൾ ഈവൻ നമ്മുടെ എളവാതുക്കൽ അമ്പലത്തിൻ്റെ വിളക്കുണ്ടായിരുന്നു, അന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇതുണ്ടായിരുന്നു, ഞങ്ങൾ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് ഫംഗ്ഷൻ അങ്ങനെ ഇന്ന ഒരു പരിപാടി എന്നൊന്നും ഇല്ല. ഓക്കെ, വെരി ഗുഡ്. സൊസൈറ്റിയുടെ പ്രസിഡന്റ് മൂസക്ക, നിങ്ങളിപ്പോൾ ഈ ഒരു സൊസൈറ്റിയിൽ നിങ്ങൾക്ക് ഉദ്ദേശിച്ചതിൽ കൂടുതൽ കളക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നിങ്ങളുടെ അതിൻ്റെ പ്ലാനിങ്? ഞങ്ങളിപ്പോൾ ഫസ്റ്റ് നടത്തുന്ന സമ്മാന കൂപ്പണിൻ്റെ ഫണ്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കസാലകളും ടേബിളുകളും ടാർപ്പകളും അത് ഒന്നും കൂടി വിപുലീകരിക്കുക മാത്രമല്ല, അത് ഒന്നുകൂടി കൂട്ടിക്കൊണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഇപ്പോൾ ഉള്ള 50 കസേര നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉദ്ദേശിച്ചതിൽ കൂടുതൽ പൈസ നിങ്ങൾക്ക് കളക്ഷൻ ചെയ്യാൻ പറ്റിയാൽ 50 ഉള്ളത് 500 ആക്കി മാറ്റണം എന്നാണ് ഞങ്ങൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കൂറ്റനാട് എളവാതുക്കൽ അമ്പലത്തിനടുത്ത് ഇവർ നടത്തുന്ന ഈ വിഷു ഭാഗ്യവർഷത്തിനെ കുറിച്ച് എന്തൊക്കെ സമ്മാനങ്ങളാണ് കൊടുക്കുന്നത് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ വിഷു ഭാഗ്യവർഷത്തിൻ്റെ 1ാം സമ്മാനം എന്ന് പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ്. 2ാം സമ്മാനം ഹോണ്ട ആക്റ്റീവ സ്കൂട്ടറാണ്. 3ാം സമ്മാനം 1 പവൻ സ്വർണ്ണമാണ്. 4ാം സമ്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 പേർക്കാണ് കൊടുക്കുന്നത് സോഫ സെറ്റ്. 5ാം സമ്മാനം 50 പേർക്ക് ഇലക്ട്രിക് കേറ്റിൽ. ഇങ്ങനെ 58 സമ്മാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ തന്നെ ഉണ്ട്. ഓക്കെ, ഒരു സമ്മാന കൂപ്പന്റെ വില? ഒരു സമ്മാന കൂപ്പണിന്റെ വില വെറും 200 രൂപ മാത്രം. 200 രൂപ. അപ്പൊ നിങ്ങൾ നറുക്കെടുക്കുന്ന കറക്റ്റ് ഡേറ്റ്? നറുക്കെടുക്കുന്നത് വിഷു ദിനത്തിൽ ഏപ്രിൽ 14 കാലത്ത് 11 മണിക്കാണ് നമ്മൾ നറുക്കെടുക്കുന്നത്. ഞങ്ങളുടെ നറുക്കെടുപ്പിന് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞങ്ങളുടെ നറുക്കെടുപ്പിനകത്ത് ആർക്ക് എവിടെ വേണമെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇരുന്ന് ഞങ്ങളുടെ നറുക്കെടുപ്പ് ലൈവായിട്ട് കാണാവുന്നതാണ്. കാരണം ഞങ്ങൾക്ക് ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഫ്രണ്ട്സ് ഓഫ് എളവാതുക്കൽ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് കറക്റ്റായിട്ട് ഞങ്ങളുടെ നറുക്കെടുപ്പ് ലൈവായിട്ട് പോകുന്നതായിരിക്കും. ഇത് നറുക്കെടുക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ ഒന്ന് പറയോ? നറുക്കെടുക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂറ്റനാട് എളവാതുക്കൽ അമ്പലത്തിന്റെ തൊട്ടടുത്ത് തന്നെ, അതിന് മുന്നിൽ വെച്ചിട്ട് തന്നെ ആയിരിക്കും ഞങ്ങൾ നറുക്കെടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെയാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അപ്പൊ നിങ്ങളും കൂടെ സപ്പോർട്ട് ചെയ്യണം, മറക്കരുത്. ഈ കൂറ്റനാടിന്റെ പരിസരത്തുള്ള എല്ലാവരും ഓരോ കൂപ്പണെങ്കിലും എടുത്തിട്ട് ഇവരുമായിട്ട് സഹകരിക്കുക. ഇവർ അതിലൂടെ വരുന്ന കളക്ഷൻ കൊണ്ട് ഇത്രയും സമ്മാനങ്ങൾ കൊടുത്തിട്ട് ഇവർക്ക് എന്തെങ്കിലും മിച്ചം കിട്ടിയാൽ ഇവർ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഇനി വീഡിയോ വലിച്ചു നീട്ടുന്നില്ല, അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഈ കൂപ്പണുകൾ കരസ്ഥമാക്കാൻ നിങ്ങൾക്ക് പ്രസിഡന്റ് മൂസയെ കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു സൊസൈറ്റിയുടെ സെക്രട്ടറി ഷിനിൽ ജേക്കബിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട്. 94 47 96 99 31. പിന്നെ ഈ സൊസൈറ്റിയുടെ ട്രഷററുടെ നമ്പറും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. 98 46 78 08 93. അപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൂപ്പണുകൾ എടുക്കണേ.